കേണൽ ഡിന്നി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഡിന്നി, ഇക്കാര്യത്തിൽ ഇതൊരു രാഷ്ട്രീയ തർക്കത്തിനപ്പുറം ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ പേരിലിട്ട ചിത്രം വിവാദം, പൂക്കളം വിവാദമായി എന്നാണോ നിങ്ങൾ കരുതുന്നത്? എങ്ങനെയാണ് ഇതിൻ്റെ രാഷ്ട്രീയം? അതെ അതെ, ഇതിനകത്ത് എന്ത് രാഷ്ട്രീയമാണെന്ന് നമുക്ക് അറിയില്ല. ഞാനത് ഇപ്പം അവിടെ പോയിട്ട് വന്നതേ ഉള്ളൂ. ആ അമ്പലത്തിലെ നടയിൽ ഒരു പൂക്കളം വരച്ചിട്ടുണ്ട്. ആ പൂക്കളം വരച്ചതും ആ പൂക്കളം വരയ്ക്കുന്ന സമയത്തും അവിടെ പോലീസ് ഉണ്ടായിരുന്നു. പോലീസ് എല്ലാം കണ്ടുകൊണ്ട് പോലീസിന്റെ അനുമതിയുടെ കൂടാണ് അവിടുത്തെ യുവാക്കള് പൂക്കളം വരച്ചത്. പൂക്കളം വരച്ച് വേപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയപ്പം അവിടുത്തെ ഈ ഭരണസമിതിയിലുള്ള ചിലർ വന്ന് അതിനെ തടസ്സപ്പെടുത്തുകയും അല്ലെങ്കിൽ അത് ചെയ്യരുത് എന്ന് പറഞ്ഞ് പോലീസിനടുത്ത് പിന്നെ ഈ പോലീസ് ഇവിടുന്നൊക്കെ പോയി കഴിഞ്ഞിട്ട് തിരിച്ച് വീണ്ടും പോലീസിനെ വരുത്തി കേസെടുക്കുകയായിരുന്നു. അപ്പം സത്യം പറഞ്ഞാൽ കേരളത്തില് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ അലർജി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ടാണെന്നുള്ള രീതിയിൽ നമ്മളെ രാജ്യത്തിന്റെ ഒരു അഭിമാനമായിട്ട് സൈനികർ ചെയ്ത ഒരു ഓപ്പറേഷൻ ലോകത്ത് മൊത്തം എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യം, അത് നമ്മുടെ ഒരു പൂക്കളത്തിന്റെ ഭാഗമായിട്ട് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതി കഴിഞ്ഞാൽ അതിനകത്ത് എന്താണ് പ്രശ്നം? വരും തലമുറയിൽ കൂടെ അതിനൊരു പ്രചോദനം എന്നുള്ള രീതിയിലല്ല അത് കാണേണ്ടുള്ളത്. അപ്പൊ ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള ഈ എന്ത് അലർജിയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് എന്ത് രാഷ്ട്രീയമാണ് അല്ലെങ്കിൽ എന്താണ് അവിടെ ഒരു പ്രോബ്ലം എന്നുള്ള സത്യം പറഞ്ഞാൽ വളരെ അതിശയമാണ്. അതിലും ഏറ്റവും വലിയ വിചിത്രമായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ പോലീസ് ഈ ആളുകളെ, അതായത് ഈ യുവാക്കളുടെ അഗേൻസ്റ്റ് ആയിട്ട് കേസ് എടുത്തേക്കുന്നത് കലാപം സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതി കഴിഞ്ഞാൽ കലാപം സൃഷ്ടിക്കുകയാണെങ്കിൽ പിന്നെ ഈ ലോകത്ത് ഈ ഇന്ത്യയിലുള്ള എല്ലാ ആളുകളെയും അഗേൻസ്റ്റ് എടുക്കണമല്ലോ കേസ്. അങ്ങനെയാണെങ്കിൽ എല്ലാ മാധ്യമ സ്ഥാപനങ്ങളും എല്ലാ ആളുകളും ഓപ്പറേഷൻ സിന്ദൂറിന്റെ പേരിൽ പോസ്റ്റ് എഴുതുകയോ അല്ലെങ്കിൽ ന്യൂസ് ടെലികാസ്റ്റ് ചെയ്യുന്നതൊക്കെ കലാപത്തിന് വേണ്ടിയാണോ? അതുകൊണ്ട് ഇത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇത് ഭാരതത്തിൽ തന്നെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് കേരളം എത്തിയെന്നുള്ളത് വളരെ ഗൗരവമായിട്ടുള്ള കാര്യമാണ്. അത് എത്രയും പെട്ടെന്ന് തന്നെ സർക്കാർ ഇടപെട്ട് ഈ കേസൊക്കെ പിൻവലിക്കണം. അല്ലാതെ ഇങ്ങനെ കൊണ്ടുപോകാനുള്ള ഒരു രീതിയിൽ അങ്ങനെ പോകരുതെന്നാണ് നമ്മുടെ ഒരു അഭ്യർത്ഥന. ആ രീതിയിൽ തന്നെ ആയിരിക്കും ബിജെപിയുടെ പ്രക്ഷോഭവും മറ്റു കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. ബിജെപി ഇത് വലിയ പ്രതിഷേധമായി ഏറ്റെടുക്കുകയാണോ? തീർച്ചയായിട്ടും. എങ്ങനെ പ്രതിഷേധിക്കാൻ പറ്റും? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളെ സ്വന്തം സഹോദരന്മാരെ, ഇൻക്ലൂഡിങ് മലയാളിയായ ഒരു ചേട്ടനെ അവരുടെ കുടുംബത്തിന് മുന്നിൽ കൺമുൻപിൽ വെച്ച് വെടിവെച്ച് ഇട്ട ഒരു ഭീകരവാദ പ്രവർത്തനം, അതിന് ബദലായിട്ട് നമ്മൾ ചെയ്ത ഒരു ഓപ്പറേഷൻ, നമ്മുടെ സൈന്യം, നമ്മുടെ യുവാക്കളും യുവതികളുമായിട്ടുള്ള ആളുകൾ ചെന്ന് സ്വന്തം ജീവൻ പണയം വെച്ച് ചെയ്തൊരു ഓപ്പറേഷൻ, രാജ്യത്തും അങ്ങേ പോലുള്ള ആളുകളെ, എന്നെ പോലുള്ള എല്ലാവർക്കും അഭിമാനമുള്ള ഒരു ഓപ്പറേഷൻ. അത് വേറെ ഒരു നെഗറ്റീവായിട്ടൊരു കാര്യമല്ലല്ലോ. ആ പേര് എഴുതുന്നതിനകത്ത് എന്ത് രാഷ്ട്രീയമാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു കാര്യം വന്ന് തടയുകയും അതിന്റെ എഗെയിൻസ്റ്റ് ആയിട്ട് പോലീസ് കലാപത്തിന് വേണ്ടി ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ അത് പ്രതിഷേധിക്കേണ്ടത് ബിജെപിയുടെ മാത്രം കടമയല്ല. എനിക്കൊന്ന് കേരളത്തിലുള്ള എല്ലാവരും അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് തന്നെ നിൽക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ആ രീതിയിൽ തന്നെ ആയിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത്. വളരെ നന്ദി കേണൽ ഡെന്നി പ്രതികരിച്ചതിന്. എസ് സുരേഷ്, ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി നമുക്കൊപ്പം ചേരുന്നു. ശ്രീ സുരേഷ്, ഈ വിഷയത്തിൽ ബിജെപി ഇതിൽ കൃത്യമായ രാഷ്ട്രീയമാണോ ആരോപിക്കുന്നത്? ഇത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയതിനെ ബോധപൂർവമായി വിവാദമാക്കുകയായിരുന്നു ചെയ്തത്. എന്താണ് സംഭവിച്ചത്? ഹലോ, കേൾക്കാമോ ശ്രീ സുരേഷ്? കേട്ടു. കേൾക്കാം. ഇതില് വളരെ വ്യക്തമാണ്. ഇവിടെ ഇരിക്കുന്നത് പാകിസ്ഥാൻ സർക്കാരാണോ താലിബാൻ സർക്കാരാണോ എന്നുള്ളതാണ് ഇപ്പോൾ കേരളത്തിലുള്ള ജനതയ്ക്ക് സംശയം. പാകിസ്ഥാന് നേരെ 26ഓളം വരുന്ന ഇന്ത്യയിലെ നിരപരാധികളെ അരുംകൊല ചെയ്ത പാകിസ്ഥാൻ ഭീകരവാദികൾ, ആ പാകിസ്ഥാൻ ഭീകരവാദികളെ സംരക്ഷിക്കുന്ന പാകിസ്ഥാന് നേരെ ഈ രാജ്യം നടത്തിയ അഭിമാനകരമായിട്ടുള്ള പോരാട്ടമാണ് ഓപ്പറേഷൻ സിന്ദൂർ. ആ ഓപ്പറേഷൻ സിന്ദൂർ പോരാട്ടം ഈ രാജ്യത്തിലെ 140 കോടി ജനതയെയും അഭിമാനത്തിന്റെ ഉന്നതിയിലെത്തിച്ച ഒരു കാര്യമാണ്. അപ്പോ അത്തരത്തിലുള്ള ഒരു കാര്യത്തിൽ ഈ സർക്കാർ എന്താണ് ഈ സർക്കാരിന്റെ നിലപാട് എന്നുള്ളതാണ് വിഷയം. ഈ സർക്കാർ ഇപ്പോ കേസെടുത്തിരിക്കുന്നത് അവിടെ കലാപത്തിന് നേതൃത്വം കൊടുത്തു എന്നാണ് ഇതിനെതിരെ പ്രതികരിച്ച ഇന്ത്യൻ പൗരന്മാർക്ക്. ശരി, ടെലിഫോൺ ലൈനിൽ ചില പ്രശ്നങ്ങൾ. സുരേഷ് മടങ്ങി വരാം. എന്തായാലും നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം. ആ ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ്. എന്താണ് അവിടെ സംഭവിച്ചത്?
അമ്പല കമ്മിറ്റിക്കാരെ അനുഭവിച്ചിട്ടല്ലേ വന്നേ? അമ്പല കമ്മിറ്റി അനുഭവിച്ചിട്ടാണ് വന്നേ? 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 ഇതാണ് ആ ദൃശ്യങ്ങൾ. രാജീവ് പ്രസാദ് BJPയുടെ കൊല്ലം ജില്ലാ പ്രസിഡന്റ് നമുക്കൊപ്പം ചേരുന്നു. ഈ വിഷയത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചത്? ക്ഷേത്ര അധികൃതർ ഈ വിഷയത്തിൽ അപ്പോൾ എന്ത് നിലപാടാണ് എടുത്തത്? ഇക്കാര്യത്തിൽ ഇനി നിങ്ങളുടെ തുടർനീക്കം എന്തായിരിക്കും? അതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുകയാണെങ്കിൽ ക്ഷേത്ര കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം കൂടിയാണ്, ക്ഷേത്ര കമ്മിറ്റിയും കൂടി അറിഞ്ഞാണ് അവിടെ അത്തപ്പൂ ഇട്ടത്. ക്ഷേത്ര കമ്മിറ്റി പോലീസിന് നേരത്തെ പരാതി കൊടുത്തിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ പ്രവർത്തകർ സ്റ്റേഷനിൽ ചെല്ലുകയും പോലീസിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് അവരുടെ അത്തപ്പൂക്കളം ഒരുക്കിയത്. അപ്പൊ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട് പോലീസ് രാത്രി 10 മണിവരെ അതുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് അവിടെ ഈ അത്തപ്പൂ ഇടുന്ന സമയത്ത് നിൽപ്പുണ്ടായിരുന്നു. രാവിലെ വന്നതിന് ശേഷം അവർ പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയേക്കുന്ന അവിടെ അങ്ങനെ അത്തപ്പൂ ഇടാൻ പാടില്ല, നീക്കിയില്ലെങ്കിൽ ഞങ്ങൾ വണ്ടി അതിൽ ആ അത്തപ്പൂ ഇട്ടേക്കുന്ന ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയതിലൂടെ അവരുടെ പോലീസ് വാഹനം കയറ്റുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പ്രവർത്തകരെടുത്ത് പറഞ്ഞേക്കുന്ന അത്തപ്പൂക്കളം മാറ്റണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷെ ഇന്ന് ഈ ഓണക്കാലമാണ്, അത്തപ്പൂ ഇടുന്നതിന് യാതൊരു എല്ലാവരും അത്തപ്പൂ ഇടാറുണ്ട്. ഓപ്പറേഷൻ സിന്ദൂരെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കെല്ലാം അഭിമാനമായ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയതിന്റെ പേരിൽ അത്തപ്പൂക്കളം മാറ്റണമെന്ന് പറയുമ്പോൾ അത് മാറ്റാൻ അവിടുത്തെ പ്രവർത്തകർ തയ്യാറായിട്ടില്ല. അപ്പൊ ഇത് രണ്ട് പട്ടാളക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് അവർ കേസെടുത്തേക്കുന്നത്. ഏതാണ്ട് 25ഓളം കണ്ടാൽ അറിയാവുന്നവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ഇതൊക്കെതിരെ ശക്തമായ സമര പരിപാടി വെക്കാനാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഈ 8-ാം തീയതി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു.